നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ സാറ. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ജീവ നിത്യ നല്ല കുട്ടിയാ. ഇതെന്താടാ ഇവരെ ഇവിടെ തന്നെ നിർത്തിയിരിക്കുന്നേ? അകത്തേക്ക് വിളിക്കുന്നില്ലേ? അതിനും എന്താ ഞങ്ങള് തന്നെ വരണോ? അതിന് ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ വീട്ടിൽ കയറുന്നതിനും ഇറങ്ങുന്നതിനും ആചാരങ്ങളുടെ ഒരു പട തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ എങ്ങനെ? മോള് വാ. വേണ്ട, അകത്തേക്ക് കയറുന്നില്ല. എന്തു പറ്റി? വേറെ ഒന്നും തോന്നണ്ട. പണ്ടുകാലം പോലെ ശീലിച്ചു വരുന്നൊരു കാര്യ. താലികെട്ടിന് ശേഷം മാത്രമേ ഭർത്താവിന്റെ വീട്ടിലൊരു പെൺകുട്ടി കാലുകുത്താവൂ എന്നുള്ളത്. അതൊക്കെ ഇപ്പൊ ആരെങ്കിലും നോക്കുവെങ്കിലേ? നോക്കുന്നവരുണ്ട്, നോക്കാത്തവരുണ്ട്. എനിക്ക് പഴയ ആചാരങ്ങളൊക്കെ പാലിച്ച ശീലം. അല്ല, ഇതിൽ പരിഭ്രമിക്കുന്ന കാര്യമൊന്നുമില്ല. ഞാനും മോളും ഇവിടെ അടുത്ത് എവിടെയെങ്കിലും മുറിയെടുത്ത് അവിടെ നിന്നോളാം. അവിടുന്ന് അമ്പലത്തിലേക്ക് വരികയും ചെയ്യാലോ. അതെന്തായാലും ഒരു മര്യാദയല്ലല്ലോ. അല്ല, എന്റെ രീതിയിൽ പറഞ്ഞാല് ഇതൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. മനുഷ്യന്റെ സൗകര്യങ്ങളാണ് പ്രധാനം, അല്ല സുജാതെ? നിത്യയുടെ അച്ഛൻ തന്നെ പറയട്ടെ. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്നേക്കാൾ കൂടുതൽ പാലിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ് സുജാത എന്ന് എനിക്കറിയാം. അല്ലായിരുന്നെങ്കിൽ ആഗ്രഹപൂർത്തീകരണത്തിന്റെ ഭാഗമായി ദീപം എടുത്ത് മല ചവിട്ടില്ലായിരുന്നല്ലോ. ചില വിശ്വാസങ്ങൾ മനസ്സിൽ ഉറച്ചുപോയാ തിരുത്താൻ പ്രയാസ. പിന്നെന്താ ചെയ്യാ? അതങ്ങനെ തന്നെ കിടന്നോട്ടെന്ന് കരുതും, അല്ലേ? ആചാരങ്ങളൊന്നും ലംഘിക്കണമെന്ന് ഞാൻ പറയില്ല. ഇത് എന്ത് കഷ്ടമാമേ. നിത്യേജി ഉമ്മർത്ത് വരെ വന്നിട്ട് പടി ചവിട്ടാൻ നേരത്തെ ഒരു ആചാരം. ഇതേ നോക്ക്, നിത്യേജിക്ക് വളരെ വിഷമമായി. എനിക്കൊരു വിഷമവുമില്ല. അച്ഛൻ പറഞ്ഞത് എന്തായാലും അത് ഞാൻ അനുസരിക്കും. അച്ഛാ, ഇവിടെ അടുത്തെവിടെയും നല്ല ഹോട്ടലിൽ വിളിച്ചു പറയട്ടെ. ആന്റി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? സത്യത്തിൽ ഇപ്പോ എല്ലാവരുടെയും ടെൻഷൻ എന്താ? നിത്യ ഒരുപാട് ദൂരെ പോയി താമസിക്കാൻ പാടില്ലെന്നല്ലേ? ഇവർക്ക് താമസിക്കാൻ എന്റെ വീട്ടിലെ സൗകര്യങ്ങൾ മതിയെങ്കിൽ ഇവരെന്റെ കൂടെ പോന്നോട്ടെ. അത് വേണ്ട. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ജീവ, സന്തോഷമേ ഉള്ളൂ. എന്നാ പിന്നെ അത് തന്നെയാ നല്ലത്. ഇവിടുന്ന് നോക്കിയാ സാറയുടെ വീട് നമുക്ക് കാണാലോ. അമ്മയ്ക്കാണെങ്കിൽ എളുപ്പാ നിത്യേച്ചിയെ കണ്ടോണ്ടിരിക്കാൻ. എനിക്കല്ല, നിന്റെ ഏട്ടനാണ് എപ്പോഴും കണ്ടോണ്ടിരിക്കേണ്ടത്. എന്നാ പിന്നെ നമുക്ക് അങ്ങനെ തന്നെ തീരുമാനിക്കാം. അതാവുമ്പോ ആചാരങ്ങൾക്കും പ്രശ്നമില്ലല്ലോ. സാറമോള് നമ്മുടെ വീട്ടിലെ കുട്ടി തന്നെയല്ലേ? നിത്യ, അപ്പോ ഇന്ന് അച്ഛനും നിത്യം അവിടെ. എനിക്ക് നിത്യയോട് കുറച്ച് സംസാരിക്കാൻ ചെയ്യാലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.